ഈ വോട്ടിംഗ് കഴിഞ്ഞാൽ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിൽ വിലക്കയറ്റം ആദ്യ അടിയന്തര പ്രമേയമായി വിലക്കയറ്റം വരും. കെ.എൻ. ബാലഗോപാലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. അതുപോലെ പി രാജീവും കെ.എൻ. ബാലഗോപാലാണ്, രാജീവ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. കെ.എൻ. ബാലഗോപാലാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. രണ്ട് നിരയിൽ നിന്നും ഓരോരുത്തരായി വന്ന് വോട്ട് ചെയ്ത് നീങ്ങുന്നു. എന്തായാലും അരമണിക്കൂറിനകം വോട്ടെടുപ്പ് പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കും. നിയമസഭയിൽ ഇന്ന് ശൂന്യവേള, ഇന്ന് ചോദ്യോത്തരവേളയില്ല. നന്ദിപ്രമേയ ചർച്ച നടക്കുന്ന 3 ദിവസവും ചോദ്യോത്തരവേള ഒഴിവാക്കിയിരിക്കുകയാണ്. സാധാരണ നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് അംഗങ്ങൾക്ക് 10 ദിവസത്തെ സാവകാശം നൽകണം. 10 ദിവസം മുമ്പെങ്കിലും അറിയിപ്പ് നൽകണമെന്നാണ് ചട്ടം. ഇത്തവണ സഭാ സമ്മേളനം പെട്ടെന്ന് വിളിക്കുന്നതുകൊണ്ട് ആ ഒരു 10 ദിവസത്തെ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ചോദ്യോത്തരവേള ഒഴിവാക്കുന്നത്. എന്തായാലും 3 ദിവസം ചോദ്യോത്തരവേളയില്ല. എന്നാൽ ശൂന്യവേളയുടെ തുടക്കത്തിൽ റൂൾ 50 പ്രകാരമുള്ള നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റൂൾ 50 പ്രകാരം ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് പരിഗണിക്കുമോ ഇല്ലയോ എന്നതാണ് ആകാംക്ഷ. എന്തായാലും സർക്കാരിന് വേണ്ടി മറുപടി പറയേണ്ടത് ധനമന്ത്രിയുടെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.